ഭഗവത്ഗീത പഠനസഹായി ബോധന സൂചന സഹിതം. പാഠം 55:1. ആത്മസമർപ്പണ യോഗം. ശ്ലോകം 11 മുതൽ 15 വരെ. വിശ്വബ്രഹ്മബന്ധം വിശദമാക്കിയ ശേഷം ഭഗവാൻ ഈ ഭാഗത്ത് ജ്ഞാനമഹത്വം അറിയാത്തവരെപ്പറ്റിയും അറിയുന്നവരെപ്പറ്റിയും സംസാരിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, ഭൂതങ്ങളുടെയെല്ലാം ഈശ്വരനും ഈശ്വരനായ എൻ്റെ പരമാത്മതത്വം അറിയാത്ത മൂഢന്മാർ മനുഷ്യദേഹം സ്വീകരിച്ചവതരിച്ച എന്നെ അവഗണിക്കുന്നു. നിഷ്ഫലമായ ആശകളുള്ളവർ, നിഷ്ഫലമായ ജ്ഞാനത്തോടു കൂടിയവർ, ഭൗതിക ചിത്തർ, മരിച്ച് ജീവിക്കുന്നവർ, ആസുരഭാവം പൂണ്ടവർ, ബോധം കെടുത്തുന്ന പ്രകൃതിയെ സദാ ആശ്രയിച്ചിരിക്കുന്നവർ. പാർത്ഥ, എന്നാൽ ദൈവിക പ്രകൃതിയാർന്ന മഹാത്മാക്കൾ ഭവിച്ചതിനെല്ലാം ആദിയും പരിണാമമില്ലാത്തതുമെന്ന് എന്നെ അറിഞ്ഞോ? മനസ്സ് ആ കേന്ദ്രത്തിൽ മാത്രം ഉറപ്പിച്ചോ ഭജിക്കുന്നു. ഉപദേശത്തിൻ്റെ അർത്ഥം ശിഷ്യചേതസ്സിൽ ഗുരു പ്രദീപ്തമാക്കി. പരസ്പരം സീമകൾ ഭേദിക്കാതെ ഭൗമ തലത്തിൽ ഒരു നിശ്ചിത പഥത്തിൽ ചരിച്ച് കൂട്ടായ്മയ്ക്ക് വിഘ്നം വരുത്താതെ സ്വാർത്ഥലേശമില്ലാതെ സമ്യക് വ്യവസ്ഥ തീർത്ത് ഭൂമിയിൽ ജീവൻ മുളയ്ക്കാനും നിലനിൽക്കാനും വേദി തീർക്കുന്ന വേദദേവതാ സമൂഹമാണ് ആ ദൈവങ്ങൾ. ആദിപരാശക്തിക്കും പരമപുരുഷനും കേന്ദ്രമായ പരബ്രഹ്മത്തിന് വിധേയമായുള്ള ആരാധനയാണ് അവരുടെ നിസ്വാർത്ഥ കർമ്മവ്രതം. ഈ ദേവതകളെ പോലെ കർമ്മനിരതരായി ഭൂമിയിൽ ചരിക്കുന്ന നിസ്വാർത്ഥ ജീവികളാണ്, ജീവാത്മാക്കളാണ് ദൈവിക പ്രകൃതിയാർന്ന മഹാത്മാക്കൾ. നിസ്വാർത്ഥ കർമ്മവ്രതം അവരുടെ പരബ്രഹ്മാരാധനാ ക്രമമത്രേ. ഉപദേശസാരം ബോധിച്ച ശിഷ്യന് ഭഗവാൻ കൂടുതൽ പകർന്നു നൽകുന്നു. ദൈവിക പ്രകൃതിയാർന്ന മഹാത്മാക്കൾ എപ്പോഴും എന്നെ കീർത്തിച്ചും ദൃഢവ്രതരായി മനസ്സിനെ അടക്കി ഭക്തിയോട് എന്നെ നമസ്കരിച്ചും ബ്രഹ്മാഭിമുഖരായി സദാ ഉപാസനയിൽ മുഴുകുന്നു. ജ്ഞാനയജ്ഞത്താൽ ചിലർ, അപരർ യാഗകർമ്മത്താൽ, ഏകത്വഭാവനയോടെ ചിലർ, വിഭിന്ന ഭാവനകളോടെ മറ്റുള്ളവർ, വിശ്വപ്രകൃതിയുടെ വൈവിധ്യമാർന്ന മുഖങ്ങളിലൂടെ എല്ലാവരും എന്നെ ഉപാസിക്കുന്നു.
ഉപാസനയെ ബ്രഹ്മാഭിമുഖമാക്കിയവരുടെ കർമ്മങ്ങളാകെയും ഇന്നല്ലെങ്കിൽ നാളെ ബ്രഹ്മാഭിമുഖമാകും. നാനാത്വത്തിലെ ഏകത്വം ദർശിക്കാൻ അതവരെ പ്രാപ്തരാക്കും. പാഠം 55.2. ആത്മസമർപ്പണയോഗം ശ്ലോകം 16 മുതൽ 19 വരെ. സർവത്തിനും ആധാരമായത് അവയുടെ ബഹുവിധ കർമ്മങ്ങൾക്കും ആധാരമാണ്. അതായ ഗുരു വ്യക്തമാക്കുന്നു. ഭഗവാൻ പറഞ്ഞു, ഞാൻ വേദോക്തമായ യാഗമാണ്, വൈദിക യജ്ഞമാണ്, പിതൃകർമ്മങ്ങളും ഞാൻ തന്നെ. ഞാൻ ഹവ്യാന്നമാണ്, മന്ത്രമാണ്, ഹോമത്തിനുള്ള ഇന്ധനവും ഹോമാഗ്നിയും ഹോമിക്കപ്പെട്ട വസ്തുക്കളാകെയും തൽഭവവും ഞാനാണ്. ഈ ജഗത്തിനെ പാലിക്കുന്നവനാണ് ഞാൻ. ഞാൻ തന്നെ അതിനെ പ്രസവിച്ചത്, ധരിക്കുന്നത്, അതിൽ പ്രജകളെ സൃഷ്ടിക്കുന്നത്. സാക്ഷാത്കരിക്കേണ്ടതായ പവിത്രമായ ഓംകാരപ്പൊരുളാണ് ഞാൻ. വേദത്രയങ്ങളും ഞാൻ തന്നെ. ജഗത്തിനും ജഗന്നിവാസികൾക്കുമാകെയുള്ള പ്രാപ്യസ്ഥാനം, ഭർത്താവ്, പ്രഭു, ഉടമ, നിവാസകേന്ദ്രം, അഭയകേന്ദ്രം, സുഹൃത്ത്, പ്രഭവ പ്രലയസ്ഥാനം. ഞാൻ ജഗദാധാരമാണ്. നാശമറ്റതായ ബ്രഹ്മാണ്ടത്തിനും ആദിബീജം. ശിഷ്യചിത്തത്തെ വിതയ്ക്ക് പാകമാക്കാൻ ഗുരു അതിൽ ആവർത്തിച്ച് ഉഴവ് നടത്തുന്നു. പറഞ്ഞത് വീണ്ടും വീണ്ടും പറഞ്ഞുറപ്പിക്കുന്നു. അർജുന, ഞാൻ ലോകത്തെ തപിപ്പിക്കുന്നു. ആദിബീജം ഉൾക്കൊണ്ട് ബ്രഹ്മാണ്ടത്തിൽ നിന്ന് സൂര്യൻ ഭവിക്കുന്നത് ശിഷ്യൻ ദർശിച്ചു. ഞാൻ മഴ പെയ്യിക്കുന്നു, മഴ തടയുന്നു. ബ്രഹ്മത്തിനെ ആധാരമാക്കിയതിൽ നിന്നും ഭവിച്ച സൂര്യനെ ആധാരമാക്കി ഭൂമിയും അതിനെ ആധാരമാക്കി ചന്ദ്രനും ചേർന്ന് കാലവും ദേശവും നിമിത്തവും തീർത്ത് ജീവന് ജീവിയാകാൻ അന്നം വർഷിക്കുന്ന രംഗം ശിഷ്യൻ കണ്ടു. ജീവികളുടെ പ്രഭവവും പ്രലയവും കണ്ടുനിന്ന ശിഷ്യൻ അതിൽ പ്രളയ പ്രഭവ ചക്രത്തിൻ്റെ ആധാരമായ ഗുരുവിനെ കണ്ടു. അപ്പോൾ ഗുരുബ്രഹ്മമുണർത്തി, അമൃതവും മൃത്യുവും ഞാൻ തന്നെ, സത്തും അസത്തും ഞാൻ തന്നെ. ഗുരുവിനെ രക്ഷകനായി ഭരിച്ച ശിഷ്യൻ നിർഭയനായി നിലകൊണ്ടു. 108 പാഠങ്ങളിലൂടെ പൂർണ്ണമാകുന്ന ഭഗവത്ഗീത പഠനസഹായി ബോധന സൂചന സഹിതം എന്ന പുസ്തകത്തിൻ്റെ 55-ാം പാഠം ഇവിടെ പൂർത്തിയാകുന്നു. തുടർ പാഠങ്ങൾക്കായി നമുക്ക് വീണ്ടും ഒത്തുചേരാം.